Good afternoon. Good afternoon, ma'am. Good afternoon. എല്ലാവരും പഠിക്കാനൊക്കെ തുടങ്ങിയോ? എന്താണ് ഈ പഠിച്ചൊക്കെ തുടങ്ങിയ എല്ലാവരും? വായിച്ചൊക്കെ നോക്കുന്നുണ്ട് മിസ്സേ. നമുക്ക് ഇന്നലെ നമ്മള് ചാപ്റ്ററിലൊക്കെ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെ നമ്മൾ ജസ്റ്റ് ഒരു റിവിഷൻ പോലെ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? ഓക്കെ, അപ്പൊ നമ്മള് പബ്ലിക് റിലേഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നോക്കിയിട്ടാണ്. പിന്നെ നമ്മള് ആ ഒരു എടുത്തത് അല്ലെ മെറ്റീരിയൽ മാനേജ്മെന്റ്. മെറ്റീരിയൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന ആ ചാപ്റ്റർ അത്യാവശ്യം വലിയൊരു ചാപ്റ്റർ ആണ്. നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ നമ്മളതിനകത്ത് പഠിച്ചിട്ടുണ്ട് കേട്ടോ. കാര്യം ചെയ്യാൻ നമുക്ക് മെറ്റീരിയൽ മാനേജ്മെന്റില് നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. വലിയൊരു ചാപ്റ്റർ ആയിരുന്നു അല്ലെ? മെറ്റീരിയൽ മാനേജ്മെന്റിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, മേജർ ഒബ്ജക്റ്റീവ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലെ? ഈ മെറ്റീരിയൽ മാനേജ്മെന്റിന് പറയുന്ന മറ്റൊരു പേരെന്തായിരുന്നു? മെറ്റീരിയൽ മാനേജ്മെന്റ് അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? എന്താണ്? സ്റ്റോഴ്സ് മാനേജ്മെന്റ്. ഓക്കെ, കറക്റ്റ് ആണ്. സ്റ്റോഴ്സ് മാനേജ്മെന്റ് എന്നാണ് അറിയപ്പെടുന്നത് അല്ലെ? ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ചത് മെറ്റീരിയൽ മാനേജ്മെന്റിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സുകൾ. അതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കിയിരിക്കാനുള്ള കാര്യങ്ങളേ ഉള്ളൂ. ഏതൊക്കെയാണ്? മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് അല്ലെ? കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാകുക, അതേസമയം ചെലവുകൾ പരമാവധി കുറയ്ക്കുക, അതിലൂടെ ഹോസ്പിറ്റലിന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുക അല്ലെ? ഇനി നമ്മൾ പറഞ്ഞത് മെറ്റീരിയൽ മാനേജ്മെന്റിന്റെ ഫങ്ഷൻസ് ആണ് അല്ലെ? ഓക്കെ, ഇനി അതുപോലെ ഇന്റഗ്രേറ്റഡ് മെറ്റീരിയൽ മാനേജ്മെന്റിനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇന്റഗ്രേറ്റഡ് മെറ്റീരിയൽ ഇന്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവരാന്ന് പറയുമ്പോൾ എന്താണ്? ഈ പറയുന്ന മെറ്റീരിയൽ മാനേജ്മെന്റിന്റെ കൺട്രോള് നമ്മൾ സിംഗിൾ ഹെഡിലോട്ട് കൊണ്ടുവരികയാണ് അല്ലെ? അങ്ങനെയാണ് ചെയ്യുന്നത്. ഒരു ഹോസ്പിറ്റലിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ മെറ്റീരിയൽസുകളും അവരെ സെപ്പറേറ്റ് ആയിട്ട് ഇൻഡിവിജ്വൽ ആയിട്ട് പർച്ചേസ് ചെയ്യാണ് ചെയ്യുന്നത്. അല്ല, പിന്നെ എന്താണ്? ഹോസ്പിറ്റലിലെ മെറ്റീരിയൽ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ആ ഒരു പർച്ചേസിംഗ് മാനേജറിന്റെ അടുത്ത് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നു. കറക്റ്റ് ആണ് രാജേഷ്, കറക്റ്റ് ആണ്. സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള കൺട്രോളിലേക്ക് കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ ഇന്റഗ്രേറ്റഡ് മെറ്റീരിയൽ മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഒരുപാട് അഡ്വാൻറ്റേജസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെയാണ് വാല്യൂ അനാലിസിസ് അല്ലെ? അതുപോലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വാല്യൂസ് നോട്ട് ചെയ്തിരിക്കാം. ഫങ്ഷണൽ വാല്യൂ, എസ്റ്റി വാല്യൂ, കോസ്റ്റ് ആസ് പെർ മോണിറ്ററി വാല്യൂ, സ്ക്രാപ്പ് വാല്യൂ, ഓക്കെ, ടൈം വാല്യൂ, അങ്ങനെയൊക്കെ. പിന്നെ നമ്മൾ വാല്യൂ അനാലിസിസിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങൾ, എയിംസുകൾ എന്തൊക്കെയാണ് നമ്മൾ കണ്ടു അല്ലെ? ശ്രദ്ധിക്കാം, കോസ്റ്റ് റിഡക്ഷൻ ടെക്നിക്സ് ആണ്. ഇതൊക്കെയാണ് കോസ്റ്റ് റിഡക്ഷൻ ടെക്നിക്സ്. ഏതൊക്കെയാണ് കോസ്റ്റ് റിഡക്ഷൻ ടെക്നിക്സ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത്? വാല്യൂ അനാലിസിസ് ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റാൻഡർഡൈസേഷൻ ഉണ്ട്, വെറൈറ്റി റിഡക്ഷൻ ഉണ്ട് അല്ലെ? ഇതിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോസ്റ്റ് റിഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് പരമാവധി എന്ത് ചെയ്യണം? ചെലവ് കുറയ്ക്കണം അല്ലെ? അതിനൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വാല്യൂ അനാലിസിസ്, സ്റ്റാൻഡർഡൈസേഷൻ കൊണ്ടുവരാം, അതുപോലെ തന്നെ വെറൈറ്റി കുറയ്ക്കാം അല്ലെ? വെറൈറ്റി റിഡക്ഷൻ, ഇതിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോസ്റ്റ് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്തത് purchasing and storing comes under dash. Purchasing and storing comes under dash. Options വായിക്കാം. മെറ്റീരിയൽ മാനേജർ, സ്റ്റോർ മാനേജർ, പർച്ചേസ് മാനേജർ, അസിസ്റ്റന്റ് മാനേജർ. ഇതാണ് മെറ്റീരിയൽ മാനേജർ. ഓക്കെ, value analysis of material gives more importance to the dash of the material
than its cost. Value analysis എന്ന് പേര് കേൾക്കുമ്പോൾ തന്നെ അതിന്റെ മൂല്യത്തിലാണ് അല്ലെ. വാല്യൂ അനാലിസിസ് എന്ന് പറയുമ്പോൾ അതിന്റെ കോസ്റ്റിനേക്കാൾ കൂടുതൽ അത് പ്രാധാന്യം കൊടുക്കുന്ന എന്തിനാണ്? യൂട്ടിലിറ്റിക്കാണ് അല്ലെ. അതിന്റെ ഉപയോഗത്തിനാണ് കൂടുതൽ പ്രാധാന്യം. കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ, പിന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വാല്യൂസ് ഒക്കെ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. എക്സ്ചേഞ്ച് വാല്യൂ ഉണ്ട്, സ്ക്രാപ്പ് വാല്യൂ ഉണ്ട്, ഫങ്ഷണൽ വാല്യൂ ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഡാഷ് ഈസ് എ പ്രിഫറൻസ് ടു ബൈ ഗുഡ്സ് ആൻഡ് സർവീസസ്. ഡാഷ് ഈസ് എ പ്രിഫറൻസ് ടു ബൈ ഗുഡ്സ് ആൻഡ് സർവീസസ്. പർച്ചേസ് ഫ്രം സപ്ലയർ ആണോ, അതോ ഇമ്പോർട്ട് പർച്ചേസ് ആണോ, ലോക്കൽ പർച്ചേസ് ആണോ, നൺ ഓഫ് ദി എബോവ്. കൂടുതൽ നമ്മൾ ഇതിനെ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കാറ് ലോക്കൽ പർച്ചേസിനാണ് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കാറുള്ളത് അല്ലെ. ഓക്കെ, അതേസമയം ഡാഷ് മീൻസ് ദ പർച്ചേസ് ഓഫ് ഗുഡ്സ് ഫ്രം എ ഫോറിൻ കൺട്രി. നമ്മൾ ഫോറിൻ കൺട്രിയിൽ നിന്നും ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നതിന് നമ്മൾ എന്താ പറയുക? ഇമ്പോർട്ട് പർച്ചേസ് അല്ലെ. ഇമ്പോർട്ട് പർച്ചേസ് എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്കറിയാം ഡാഷ് ഈസ് എ ലീഗൽ ഡോക്യുമെന്റ് ബിറ്റ്വീൻ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് സപ്ലയർ. പർച്ചേസ് ഡിപ്പാർട്ട്മെന്റും സപ്ലയറും തമ്മിലുള്ള ആ ഒരു ലീഗൽ ഡോക്യുമെന്റിന് നമ്മൾ എന്താണ് പറയുന്നത്? എന്താണ് പറയുന്നത്? തന്നെ എന്തായാലും പറയാം, പർച്ചേസ് ഓർഡർ അല്ലെ. പർച്ചേസ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറയുന്ന ബയ്യറിനും അതുപോലെ എന്താണ് സപ്ലയറിനും ഇടയിലുള്ള ഒരു ലീഗൽ ഡോക്യുമെന്റ് ആണ് അല്ലെ പർച്ചേസ് ഓർഡർ എന്ന് പറയുന്നത്. ആരാണ് പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യുന്നത്? ബയ്യർ ആണോ സപ്ലയർ ആണോ? ആരാണ് പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യുന്നത്? ആരാണ്? ബയ്യർ ആണ് അല്ലെ. പർച്ചേസ് ഓർഡർ ആരെ ക്രിയേറ്റ് ചെയ്യുന്നത്? ബയ്യർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇൻവോയ്സ് അല്ലെങ്കിൽ ബില്ല് ക്രിയേറ്റ് ചെയ്യുന്നത് ആരാണ്? ബില്ല് ആരാണ് ക്രിയേറ്റ് ചെയ്തത്? ഇൻവോയ്സ് അത് സെല്ലറാണ്. ഓക്കെ, സെല്ലറാണ്. അതൊക്കെ നോട്ട് ചെയ്തിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ലീഡ് ടൈമിനെ പറ്റി നമ്മൾ പഠിച്ചു അല്ലെ. ലീഡ് ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു മെറ്റീരിയലിന് ഓർഡർ കൊടുത്ത് അത് നമ്മളുടെ ഡിപ്പാർട്ട്മെന്റിലോട്ട് എത്തുന്നത് വരെയുള്ള സമയം അല്ലെ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലീഡ് ടൈം എന്ന് പറയുന്നത് അല്ലെ. Dash is the time between ordering the material and getting into the department. Options say that I can lead time, lead time, and non-notice. Lead time. Okay, clear. Identify the characteristics of a good negotiator. ഒരു നല്ല നെഗോഷിയേറ്ററിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് സവിശേഷതകൾ എന്തൊക്കെയാണ്? ഓപ്ഷൻസ് വായിക്കാം. ക്ലിയർ ആൻഡ് റാപ്പിഡ് തിങ്കർ, ലോജിക്കൽ തിങ്കർ, ഒപ്റ്റിമിസ്റ്റിക്, ഓൾ ഓഫ് ദി എബോവ്. ഏതാണ് ആൻസർ വരിക? ഓൾ ഓഫ് ദി എബോവ്. ഓക്കെ, scientific approach to restrain the breakdown of an equipment is called dash. Scientific approach to restrain the breakdown of an equipment is called dash. Options are scrap, depreciation, C maintenance, D all of the above. ഇതാണ് ഉത്തരം. Identify the 3 ways to obtain an item to an organization. അല്ലെ, നമ്മളൊരു ഓർഗനൈസേഷനിലേക്ക് ഈ പറയുന്ന ഐറ്റംസ് നിങ്ങൾ വാങ്ങാൻ 3 വഴികളെ പറ്റി നിങ്ങൾ പറഞ്ഞു. ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാം? പർച്ചേസിംഗ് പുതിയ എക്യുപ്മെന്റ് വാങ്ങാം, അല്ലെങ്കിൽ നമുക്ക് ഓൾഡ് അല്ലെ സെക്കൻഡ് ഹാൻഡ് എക്യുപ്മെന്റ് വാങ്ങാം, അല്ലെങ്കിൽ നമുക്ക് പാട്ടത്തിന് എടുക്കാം. 3 രീതിയിൽ നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞു അല്ലെ. ഓക്കെ, പിന്നെ ഏതൊരു എക്യുപ്മെന്റിന്റെ യൂട്ടിലൈസേഷൻ പെർസെന്റേജ് എത്രയായിരിക്കണം? നമ്മൾ പറഞ്ഞത് 80% തൊട്ട് 90% ആയിരിക്കും അല്ലെ. ഓക്കെ, അടുത്തത് pick out the disadvantages of buying an old equipment. നമ്മൾ പഴയ എക്യുപ്മെന്റ് വാങ്ങുമ്പോൾ ഉണ്ടാവുന്ന ഡിസ്അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? എന്തൊക്കെയാണ്? ഓപ്ഷൻ പറഞ്ഞാൽ no after sale service, B brokers and auctioneers are risky sources, and C economic survey of the investment, and the economic life of the machine. എന്താണ് ഒരു ഡിസ്അഡ്വാൻറ്റേജ്? നോ ആഫ്റ്റർ സെയിൽ സർവീസ് അല്ലെ. ആഫ്റ്റർ സെയിൽ സർവീസ് അവിടെ ഉണ്ടായിരിക്കില്ല അല്ലെ. നമുക്ക് സാധനം വാങ്ങിയതിനു ശേഷം എന്തെങ്കിലും സർവീസ് നമുക്ക് ലഭിക്കില്ല അല്ലെ. ഓക്കെ, അതൊക്കെയാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. Dash is a process by which the right to handle an equipment changes, but ownership does not change. എന്താണ് അങ്ങനെ പറയാൻ? ഓക്കെ, അപ്പൊ ലെസ്സർ ആരാണ്? ലെസ്സി ആരാണ്? അതൊക്കെ നോട്ട് ചെയ്ത് വെച്ചാൽ
പിന്നെ ABC അനാലിസിസ് ഒക്കെ നമ്മൾ അതിനകത്ത് പഠിച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കണം കേട്ടോ. A ലെവലിൽ വരുന്നത് A ഐറ്റംസിൽ പെടുന്നത് എങ്ങനെയുള്ളതാണ്, B ഐറ്റംസിൽ വരുന്നത് എങ്ങനെയുള്ളതാണ്, C ഐറ്റംസിൽ വരുന്നത് എങ്ങനെയാണ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. Dash, which among the following are the causes of pilferage in hospital? ഒരു ഹോസ്പിറ്റലിലെ പിൽഫറേജ് അല്ലെ, കളവ്, മോഷണം, അതിന് കാരണമാകുന്നത് എന്തൊക്കെയാണ്, താഴെ തന്നിരിക്കുന്നതിൽ എന്തൊക്കെയാണ്? ഓപ്ഷൻസ് വായിക്കാം. ഒന്നാമത്തത് ആക്ച്വൽ ഷോർട്ടേജ് ഇൻ ഹോസ്പിറ്റൽ, പുവർ മെറ്റീരിയൽ മാനേജ്മെന്റ് ആൻഡ് ഓഡിറ്റ് സിസ്റ്റം, നോ പ്രോപ്പർ ചെക്ക് ഓൺ സ്റ്റാഫ് when they leave duty, and option D all of the above. ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം അല്ലെ, ഓൾ ഓഫ് ദി എബോവ് ആണ് ആൻസർ. എല്ലാം അതിന് കാരണമാവാറുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ അങ്ങനെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അത് വലിയ ചാപ്റ്റർ ആണ്, എങ്കിലും കുഴപ്പമില്ല. വലിയ കടലിന്റെ ക്വസ്റ്റ്യൻസോ കാര്യങ്ങളൊന്നും അതിന് വരില്ല കേട്ടോ. ഓക്കെ, അത്രയാണ് നമുക്ക് മെറ്റീരിയൽ മാനേജ്മെന്റിനെ പറ്റിയിട്ട് പറയാനായിട്ടുള്ളത്. അപ്പൊ ഓരോന്ന് വായിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി വായിച്ച് മുന്നോട്ട് പോകണം കേട്ടോ. ഓക്കെ, ദെൻ നമുക്ക് പിന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെ, അതാണ് നമ്മൾ ഇന്നലെ കഴിഞ്ഞ ടിപ്സ് എടുത്തതാണ്. ഞാൻ 2 ക്വസ്റ്റ്യൻസ് ഒന്ന് വായിക്കാം. Expand the CFO related to hospital administration. CFO ന്റെ ഫുൾ ഫോം ആണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. CEO ന്റെ ഫുൾ ഫോം എന്താണ്? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നാണ് കേട്ടോ. CFO ന്റെ ഫുൾ ഫോം എന്താണ്? ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ എന്നാണ് കേട്ടോ. ഓക്കെ, അതുപോലെ അടുത്തൊരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ ഫങ്ഷൻസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ? ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഫങ്ഷൻസിൽ ഉൾപ്പെടുന്നത് എന്തൊക്കെയാണ്? ഓപ്ഷൻസ് വായിക്കാം. ഹ്യൂമൻ റിസോഴ്സ് ഫങ്ഷൻസ്, carry out all the management decision in hospital. Option C, act as an official representative of hospital. Option D, all of the above. ഇതായിരിക്കും വരിക all of the above ആണ് ആൻസർ അല്ലേ. ഓക്കെ, in post government P stands for, എന്താണ് P എന്താണ് ഉദ്ദേശിക്കുന്നത്? പ്ലാനിങ് എന്നാണ് അല്ലെ. ഓക്കെ, P എന്താണ്? പ്ലാനിങ് ആണ് കേട്ടോ. P വെച്ച് തുടങ്ങുന്ന മറ്റു പല വാക്കുകൾ തരും, മാറിപ്പോകരുത് കേട്ടോ. ഓക്കെ, അതുപോലെ which of the following is included in the characteristics of an effective hospital administrator? ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററുടെ സവിശേഷതകളിൽ ഉൾപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻസ് വായിക്കാം. Must show the competence at work, should be a good communicator, has the ability to produce new and creative ideas. Option D, all of the above. ഇതാണ് ആൻസർ വരിക all of the above. ഓക്കെ, നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലേ. അടുത്ത നോക്കിയേ. Dash is the process of designing a plan to spend the money. കേട്ടോ, ഇൻഡെക്സിംഗ് ആണ് കൂടുതൽ വന്നിട്ടുള്ളത് കേട്ടോ. എന്താണ് എന്താ പറയാ? Dash is the process of designing a plan to spend the money. പണം ചെലവഴിക്കുന്നതിനായിട്ടുള്ള പ്ലാൻ തയ്യാറാക്കുന്ന ആ ഒരു പ്രോസസ്സിന് നമ്മൾ എന്താ പറയാ? ബഡ്ജറ്റിംഗ്. ഓക്കെ, ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു സ്പെൻഡ് ചെയ്യുന്ന മണി, അതായത് ബഡ്ജറ്റ്. സ്പെൻഡിങ് പ്ലാനിന് നമ്മൾ എന്താ പറയാ? ബഡ്ജറ്റിംഗ് എന്നാണ് പറയാ കേട്ടോ. ബഡ്ജറ്റിംഗ് എന്നാണ് പറയാ. ഓക്കെ, Dash should be the heart of the management process. മാനേജ്മെന്റ് പ്രോസസ്സിന്റെ ഹാർട്ട് എന്നറിയപ്പെടുന്നത് എന്താണ്? നിങ്ങൾ പറഞ്ഞ കോസ്റ്റ് കോർഡിനകത്ത് ഏത് എലമെന്റ് ആണ് ഹാർട്ട് ഓഫ് ദ മാനേജ്മെന്റ് പ്രോസസ് എന്നറിയപ്പെടുന്നത്? ഡയറക്റ്റിംഗ്. കറക്റ്റ് ആണ് കേട്ടോ, ഡയറക്റ്റ്. As a business leader, hospital administrators must oversee. Business leader എന്നുള്ള രീതിയിൽ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് നേതൃത്വം വഹിക്കേണ്ട, അതിന് മേൽനോട്ടം വഹിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് കേട്ടോ. ഓപ്ഷൻ എ ലോങ് ടേം പ്ലാനിംഗ്, ബി ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ്, സി ഓപ്പറേറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ബഡ്ജറ്റ്സ്,
ആൻഡ് ഡി ഓൾ ഓഫ് ദി എബോ. ഇതാണ് ആൻസർ വരിക, ഓൾ ഓഫ് ദി എബോ. ഈ പറയുന്ന എല്ലാത്തിലും മേൽനോട്ടം വഹിക്കാൻ ആര് റെസ്പോൺസിബിൾ ആണ്? അഡ്മിനിസ്ട്രേറ്റർ റെസ്പോൺസിബിൾ ആണ്. ഓക്കെ. അതുപോലെ തന്നെ അഡ്മിനിസ്റ്റർ എന്ന വാക്ക് എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്ത് വന്നത്, അതിന്റെ ആ ഒരു മീനിങ്ങുകളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, ലാറ്റിൻ വാക്കാണ് കേട്ടോ. ഓക്കെ. The potential to work well with the other people is known as, എന്താണ്? ടെക്നിക്കൽ സ്കിൽ ആണോ, ഹ്യൂമൻ സ്കിൽ ആണോ, കൺസെപ്റ്റൽ സ്കിൽ ആണോ, നൺ ഓഫ് ദീസ് ആണോ? ഇതാണ് ഹ്യൂമൻ സ്കിൽ ആണ് അല്ലെ. ഓക്കെ, അതിനെ തന്നെയാണ് നമ്മൾ ഇന്റർപേഴ്സണൽ സ്കിൽ എന്ന് പറയുന്നത് കേട്ടോ. മറ്റുള്ളവരുമായിട്ട് ഇടപെടാനുള്ള ഒരു വ്യക്തിയുടെ കഴിവാണത്. ഓക്കെ. അടുത്തത് administration. Who is the proponent of the definition? ആരാണ് ഈ പറയുന്ന ഡെഫിനിഷന്റെ പ്രൊപ്പോണന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡെഫിനിഷൻ ഇതാണ്: administration has to do getting things done with the fulfillment of objectives already defined. ആരുടെയെന്ന് പറഞ്ഞേ, രണ്ടുപേരുടെ ഡെഫിനിഷൻ നമ്മൾ പഠിച്ചു. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. വിസ്മയ കറക്റ്റ് ആണ്. നിതു ലൂതർ. ആരാണ്? ലൂതർ കഴിയത്തിന്റെയാണ് കേട്ടോ. ലൂതർ കഴിയത്തിന്റെയാണ് ആ ഒരു ഡെഫിനിഷൻ. ഓക്കെ. ആ രീതിയിലൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ പോകുന്നത്. ചാപ്റ്റർ വളരെ ചെറിയ ചാപ്റ്റർ ആണ്. അപ്പൊ അത് പഠിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ആ ഒരു 11th എന്തായാലും നമ്മൾ പഠിക്കണം കേട്ടോ. അതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന് എങ്ങനെ വേണമെങ്കിൽ പ്ലാനിങ്ങിൽ നിന്നോ, കോർഡിനേഷനിൽ നിന്നോ, ബഡ്ജറ്റിംഗിൽ നിന്നോ, ഡയറക്റ്റിംഗ് നിന്നോ, റിപ്പോർട്ടിംഗ് നിന്നൊക്കെ ഏത് രീതിയിൽ വേണമെങ്കിലും അതിന് ക്വസ്റ്റ്യൻസ് വരാം കേട്ടോ. ചിലപ്പോൾ പോസ്റ്റ് ഫോമിൽ ഏതെങ്കിലും ലെറ്റർ തന്നിട്ട് അത് എന്താണ് ഡിനോട്ട് ചെയ്യുന്നത്, എന്താണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത്, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ അതിന് വരാം കേട്ടോ. അത് ശ്രദ്ധിക്കാം. അത്രയാണ് നമുക്ക് ആ ഒരു 3 ചാപ്റ്ററുകളാണ് നമ്മൾ അതിനകത്ത് എടുത്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ. പിന്നെ പറയാവുന്നത് എത്തിക്കൽ ലീഗൽ ഇഷ്യൂസ് ഒക്കെ എടുത്തിട്ടല്ലേ എടുത്തിട്ട്? എത്തിക്കൽ ലീഗൽ ഇഷ്യൂസ് ഒക്കെ അല്ലേ എടുത്തിട്ട്? അതിന്റെ ക്വസ്റ്റ്യൻസ് പറയട്ടെ, ഇത് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോന്ന് നോക്കണം കേട്ടോ. ഓക്കെ. എന്റെ ചാപ്റ്റർ മാത്രം നോക്കി തന്നെ പെട്ടെന്ന് തീരും. നിങ്ങൾക്ക് ജസ്റ്റ് എന്ന ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കണ്ട. ഒരു ക്വസ്റ്റ്യൻ പറയാം. Which among the following is necessary for hospitals to be aware of ethical and legal aspect? നിങ്ങൾ ആ ഒരു ചാപ്റ്റർ പഠിക്കുന്നതിന് ഒരുപാട് ലോകൾ പഠിക്കാനുണ്ട് അല്ലെ. ലോകൾ ഒരുപാട് പഠിക്കാനായിട്ടുണ്ട്. അതിനകത്ത് 10 ആക്ടുകൾ ഉണ്ട് കേട്ടോ. അതിന്റെയൊക്കെ വർഷങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. വർഷങ്ങള് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. പിന്നെ ആ തുടക്കത്തിൽ നിങ്ങൾ എത്തിക്സ് എന്താണ്, 3 ഡെഫിനേഷൻസ് ഒക്കെ ആയിട്ട് പറയുന്നത്. ലോ എന്താണ്, ലോക്ക് 3 ഡെഫിനേഷൻസ് ആയിട്ട് പറയുന്നത്. അതൊക്കെ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. പിന്നെ എത്തിക്കൽ ലീഗൽ ഇഷ്യൂസ് ഒക്കെ അറിയേണ്ടതിന്റെ ആവശ്യകതകൾ എന്തൊക്കെയാണ്, അപ്പോയിന്റുകളൊക്കെ നല്ല രീതിയിൽ വായിച്ച് മനസ്സിലാക്കി വെക്കാം കേട്ടോ. പിന്നെ മെഡിക്കോ ലീഗൽ കേസിനെ പറ്റി പറയുന്നത് അല്ലെ. ഓക്കെ. മെഡിക്കോ ലീഗൽ കേസ് എന്താണ്, നിയമപരമായിട്ടുള്ള അന്വേഷണങ്ങൾ ആവശ്യമായിട്ട് വരുന്ന എന്താണ്, അത്തരം കേസുകളെയാണ് നമ്മൾ മെഡിക്കോ ലീഗൽ കേസുകൾ. മെജോറിറ്റി കേസുകൾ എന്ത് തന്നെയാണ്? മെഡിക്കോ ലീഗൽ കേസുകളാണ് അല്ലെ. നോർമൽ ഡെത്തിൽ മരിക്കുന്ന ആൾക്കാരുടെ എണ്ണം കുറവാണ്, കൂടുതലും അല്ലാതെ മരിക്കുന്ന കേസുകളാണ് അല്ലെ. അപ്പൊ മെഡിക്കോ ലീഗൽ കേസുകളുടെ എണ്ണം കൂടുതലാണ്. അപ്പൊ അത് അറിയേണ്ടതിന്റെ എത്തിക്കൽ ലീഗൽ ആസ്പെക്ട് അറിയേണ്ടതിന്റെ ആവശ്യകത എന്താണ്. അതുപോലെ തന്നെ നിങ്ങൾ അതിനകത്തൊരു നിയമം പഠിക്കുന്നു, ടോപ്റ്റ് നിയമം പഠിക്കുന്നത് അല്ലെ. മെഡിക്കോ ലീഗൽ കേസുകൾക്ക് കുറച്ച് എക്സാമ്പിൾ ഒക്കെ അവിടെ പഠിക്കുന്നുണ്ട്, നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അതുപോലെ തന്നെ ടോപ്റ്റ് നിയമത്തെ പറ്റി പറയുന്നുണ്ട്. ടോപ്റ്റ് എന്ന വാക്ക് എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്? ടോപ്റ്റസ് എന്ന ലാറ്റിൻ വേർഡ് ആണ്. അതിന്റെ മീനിങ് ട്വിസ്റ്റഡ്, ഫുഡ്, അങ്ങനെയൊക്കെയുള്ള ആ മീനിങ്സുകളൊക്കെ നിങ്ങൾ നോക്കി വെക്കണം കേട്ടോ, മനസ്സിലാക്കി വെക്കാം. അതുപോലെ ടോപ്റ്റ് നിയമത്തിൽ വരുന്നതിന് കുറച്ച് എക്സാമ്പിളുകളൊക്കെ നിങ്ങൾ അതിനകത്ത് പഠിക്കുന്നുണ്ട്, അത് നോട്ട് ചെയ്ത് വെക്കണം. ആക്ടുകളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ആക്ടുകളുടെ വർഷങ്ങളൊക്കെ നോക്കുക കേട്ടോ.
അതിനകത്ത് പിന്നെ ലാസ്റ്റ് മിസ്ലേനിയസ് ആക്ട്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, അതുപോലെ PCDMBT ആക്ട്, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട്. ഓക്കെ, അതുപോലെ തന്നെ വേറെ കുറച്ച് ആക്ടുകളൊക്കെ എനിക്ക് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ വർഷങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഡയറക്റ്റ് വരാറുണ്ട് കേട്ടോ. ഓക്കെ, ഞാനൊരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാനുള്ളത്, ഹോസ്പിറ്റൽസ് കം അണ്ടർ ദ ടേം ഡാഷ്. ഹോസ്പിറ്റൽസ് കം അണ്ടർ ദ ടേം ഡാഷ്. ഓപ്ഷൻസ് വേണമെങ്കിൽ തരാം. കോർപ്പറേറ്റ് ഓർഗനൈസേഷൻ, ഇൻഡസ്ട്രി, ഓഫീസ് ഡിപ്പാർട്ട്മെന്റ്, കമ്മ്യൂണിറ്റി. ഇതാണ് ആൻസർ വരിക. പറയാം, ഇതാണ് ആൻസർ വരിക. ഇൻഡസ്ട്രി ആണ്. ഓക്കെ, ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് അല്ലെ 1947 ആ ഒരു നിയമത്തിന്റെ പരിധിയിലാണ്. ആ ഒരു നിയമപ്രകാരം പറയുന്നുണ്ട് അല്ലെ, എന്താണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഇൻഡസ്ട്രി എന്ന ഒരു ടേമിന്റെ കീഴിലാണ് വരുന്നത് അല്ലെ. എന്തിനെ പഠിച്ചിട്ടുള്ളത്? ഓക്കെ, അതൊക്കെ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അതുപോലെ തന്നെ ചാരിറ്റബിൾ ഓർ നോൺ പ്രോഫിറ്റബിൾ ഹോസ്പിറ്റൽസ് ആർ സ്പെയർഡ് ഫ്രം ഡാഷ് ആക്ട്. ചാരിറ്റബിൾ ആൻഡ് നോൺ പ്രോഫിറ്റബിൾ ഹോസ്പിറ്റൽസ് ആർ സ്പെയർഡ് ഫ്രം ഡാഷ് ആക്ട്. ഏത് ആക്ട് ആണെന്ന് നിങ്ങൾക്ക് പറയാമോ? ഓപ്ഷൻസ് വേണോ? പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട്, പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട്, മിനിമം വേജസ് ആക്ട്, ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട്. പറഞ്ഞ ഏതാണ്? അറിയില്ല. ചാരിറ്റബിൾ ഓർ നോൺ പ്രോഫിറ്റബിൾ ഹോസ്പിറ്റൽസ് ആർ സ്പെയർഡ് ഫ്രം ഡാഷ് ആക്ട്. ഓക്കെ, ഏത് ആക്ടിൽ നിന്നാണ് ഒഴിവാക്കിയിട്ടുള്ളത്? ഓക്കെ, പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട്. കറക്റ്റ് ആണ്. പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ടിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അതൊക്കെ നോട്ട് ചെയ്ത് വെക്കാം. അടുത്തത് EPF ആക്ട്, എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ആക്ട്. ദാറ്റ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഏത് വർഷമാണ്? അറിയാമോ? EPF ആക്ട്, എംപ്ലോയ്മെന്റ് പ്രൊവിഡന്റ് ഫണ്ട് ആക്ട്, എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ആക്ട്. അയ്യോ, തെറ്റിപ്പോയല്ലോ വിസ്മയ. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് ഏതാ വർഷം? EPF ആണ് 1952 ആണ് കേട്ടോ. 1952 ഓക്കെ, ക്ലിയർ. 1952 കറക്റ്റ് ആണ്. അടുത്തത് അക്കോർഡിംഗ് ടു പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് 1936, wages must be paid during the dash days of the month. എത്ര ദിവസം? 7 ദിവസം. ഓക്കെ, ഫസ്റ്റ് 7 days of the month കേട്ടോ. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കാം. നെക്സ്റ്റ് ദ ഫാർമസി ആക്ട് ഏത വർഷം എന്ന് പറഞ്ഞേ? ഫാർമസി ആക്ട് ഏത് വർഷം? 1948. 1948 വേറെ 2 ആക്ടും കൂടെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഒരെണ്ണം നമ്മൾ മെഡിക്കൽ ഇൻഷുറൻസിൽ പറഞ്ഞിട്ടുണ്ട്. ഏത് ആക്ടാ? ESI ആക്ട്. ഓക്കെ, കറക്റ്റ് ആണ്. ഫാർമസി ആക്ട്, അതുപോലെ തന്നെ ESI ആക്ട്, പിന്നെ ഏതാ? മിനിമം വേജസ് ആക്ട്. കറക്റ്റ് ആണ്, മിനിമം വേജസ് ആക്ട്. ആ 3 ആക്ടുകളും 1948 മറന്നു പോകരുത് കേട്ടോ. മിനിമം വേജസ് ആക്ട്, ഫാർമസി ആക്ട്, അതുപോലെ തന്നെ ഇൻഷുറൻസ് ആക്ട്. അതുപോലെ 1947 2 ആക്ടുകൾ ഉണ്ടല്ലോ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. 1947 ഒന്ന് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് അല്ലെ. ഇങ്ങനൊരു ആക്ട് കൂടി ഉണ്ടല്ലോ, ആക്ട് കൂടെ ഇല്ലേ? ഓക്കെ, കറക്റ്റ് ആണ്. നഴ്സിംഗ് അല്ലെ, നഴ്സിംഗ് ആക്ട് അല്ലെ. ഓക്കെ, അതും ഏത് വർഷമാണ്? 1947 കേട്ടോ. ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആക്ട് 1947 ആണല്ലോ. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്നാണ് നിലവിൽ വന്നത്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, ഉപഭോക്തൃ സംരക്ഷണ നിയമം ഏത് വർഷമാണ്? 1987 സെപ്റ്റംബർ 1 അല്ലെ. ഓക്കെ, 1987 സെപ്റ്റംബർ 1. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് ഏത് വർഷം പറഞ്ഞേ? മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട്, MTP ആക്ട്. ഓക്കെ, ഏത് വർഷമാണ്? 1971 അല്ലെ. 1971. ഓക്കെ, ശരിയാണ് കേട്ടോ. സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് ഏത് വർഷമാണ്? സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട്, സൊസൈറ്റീസ് 1869 അല്ല,
1560 കേട്ടോ. ഞാൻ എനിക്ക് തോന്നുന്നത് ടൈപ്പ് ചെയ്തപ്പോ മാറിപ്പോയതായിരുന്നു അല്ലെ? ഓക്കെ, 1560 ഉദ്ദേശിച്ചേ, ടൈപ്പ് ചെയ്തപ്പോ മാറിപ്പോയതാണ്. 1860 ആണ് കേട്ടോ. 1800 ആണ്, മറക്കരുത് കേട്ടോ. 1860 സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് കേട്ടോ. അതുപോലെ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് ഹാൻഡ്ലിംഗ് റൂൾ എന്താണ്, ഏത് വർഷമാണ് പറഞ്ഞേ? ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് 1998 കേട്ടോ. നമ്മൾ പഠിച്ചില്ലേ നിങ്ങള്? ബയോമെഡിക്കൽ വേസ്റ്റുകൾ മറ്റുള്ള വേസ്റ്റുകളുമായിട്ട് മിക്സ് ചെയ്യാൻ പാടില്ല. മിക്സ് ചെയ്താൽ 8ന്റെ പണി കിട്ടുന്ന ആലോചിച്ചാൽ മതി കേട്ടോ. ആ 8ആണ് എന്ത്? 1998 കേട്ടോ. ഓക്കെ, 8ന്റെ പണി കിട്ടുന്ന ആലോചിച്ചാൽ മതി. PCPNDT ആക്ട് ഏതാ വർഷം? PCPNDT ആക്ട് 1994 സെപ്റ്റംബർ 20. 2012 അല്ല കേട്ടോ. 2012 അതല്ല കേട്ടോ, അത് വേറെ ആക്ട് ആണ്. 1994 കേട്ടോ. അതായത് നമ്മളുടെ ഈ പെൺഭ്രൂണഹത്യ തടയുന്നതിന് വേണ്ടിയിട്ട് അല്ലെ? ഓക്കെ, നമ്മുടെ രാജ്യത്ത് നമ്മുടെ സ്ത്രീകളുടെ അനുപാതം കുറയുന്നതിന് കാരണമായിട്ടുള്ള പെൺഭ്രൂണഹത്യ തടയുന്നതിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ആക്ട് ആയിരുന്നു PCPNDT ആക്ട് കേട്ടോ. അപ്പൊ 1994 സെപ്റ്റംബർ 20 കേട്ടോ. പിന്നെ അതിൽ നിങ്ങൾ പേഷ്യന്റിന്റെ ബിൽ ഓഫ് റൈറ്റ്സ് പഠിക്കുന്നുണ്ട് ആ ചാപ്റ്ററിനകത്ത് അല്ലെ? പേഷ്യന്റിന്റെ ബിൽ ഓഫ് റൈറ്റ്സ് പഠിക്കുന്നുണ്ട്. അതൊക്കെ നല്ലപോലെ വായിച്ച് മനസ്സിലാക്കി വെക്കുക കേട്ടോ. മെഡിക്കോ ലീഗൽ കേസുകളുടെ എക്സാമ്പിൾ നോക്കുക. അതുപോലെ ഡോക്ടർ നിയമത്തിന്റെ എക്സാമ്പിളുകളൊക്കെ നോക്കി വെക്കുക കേട്ടോ. ഓക്കെ, പിന്നെ നമ്മുടെ ചാപ്റ്ററിലോട്ട് വരാം. മെഡിക്കൽ ഇൻഷുറൻസ് അല്ലെ? ഞാൻ എടുത്തത് ഏതായിരുന്നു? മെഡിക്കൽ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് കേട്ടോ. മെഡിക്കൽ ഇൻഷുറൻസ് ചാപ്റ്റർ എളുപ്പമാണല്ലോ, കുഴപ്പമില്ലല്ലോ. ആദ്യം തന്നെ കുറെ ടേംസുകളൊക്കെ നമ്മൾ പരിചയപ്പെടുന്നുണ്ട് കേട്ടോ. ഇൻഷുർഡ് ആരാണ്, ഇൻഷുറർ ആരാണ് അല്ലെ? അതുപോലെ ഫസ്റ്റ് പാർട്ടിയിൽ നിന്ന്, തേർഡ് പാർട്ടിയിൽ നിന്ന്. ഓക്കെ, ഹെൽത്ത് ഇൻഷുറൻസും മെഡിക്കൽ ഇൻഷുറൻസ് എന്താണ് ഓർത്ത് വെക്കണം. പിന്നെ സാധാരണ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ് അല്ലെ? എന്തൊക്കെ ബെനിഫിറ്റുകൾ ഉണ്ടെന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. പിന്നെ നമ്മള് പിന്നെ അതിനകത്ത് പഠിക്കുന്നത് വെയിറ്റിംഗ് പീരീഡിനെ പറ്റി പഠിച്ചിരുന്നു അല്ലെ? വെയിറ്റിംഗ് പീരീഡിനെ പറ്റി നമ്മൾ അതിനകത്ത് പഠിച്ചിട്ടുണ്ട്. വെയിറ്റിംഗ് പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചില അസുഖങ്ങൾക്ക് പോളിസി എടുത്ത് ഉടനെ തന്നെ എന്ത് കിട്ടില്ല, ഇൻഷുറൻസ് കവറേജ് കിട്ടില്ല. ചില അസുഖങ്ങൾക്ക് ഒരു വെയിറ്റിംഗ് പീരീഡ് വെച്ചിട്ടുണ്ട് അല്ലെ? സാധാരണ വെയിറ്റിംഗ് പീരീഡിന്റെ കാലയളവ് എത്രയാണെന്ന് നമ്മൾ പഠിച്ചത് 12 തൊട്ട് 48 മാസം വരെയാണ് അല്ലെ? അതിന് ശരിക്കും പറഞ്ഞ 1 വർഷം മുതൽ 4 വർഷം വരെയൊക്കെ എന്ത് വരാം, വെയിറ്റിംഗ് പീരീഡ് വരാം. അപ്പൊ വെയിറ്റിംഗ് പീരീഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ചില അസുഖങ്ങൾ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആ ചാപ്റ്ററിനകത്ത് പഠിക്കാനുണ്ട്. അത് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കാം കേട്ടോ. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ് അത്. അതുപോലെ പിന്നെ നമ്മള് എന്തൊക്കെയാണ് ഒരു ഹെൽത്ത് ഇൻഷുറൻസിലൂടെ നമുക്ക് ലഭിക്കുന്ന കവറേജുകൾ എന്തൊക്കെയാണ്? IRDAയുടെ ഫുൾ ഫോം ഇതൊക്കെ പഠിച്ചിരിക്കണം കേട്ടോ. എന്തിനൊക്കെയാണ് IRDA ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ? ചില കാര്യങ്ങൾക്ക് ഇൻഷുറൻസ് കവറേജ് കൊടുക്കാതെ ചില സാഹചര്യങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾ നോക്കി വെക്കണം. വെയിറ്റിംഗ് പീരീഡിൽ വരുന്നത് എന്തൊക്കെയാണ്? പൊതുവെ കവർ ചെയ്ത് പോകുന്ന എക്സ്പെൻസുകൾ എന്തൊക്കെയാണ് അല്ലെ? അപ്പൊ അതൊക്കെ നോട്ട് ചെയ്യാം. പിന്നെ പ്രധാനമായിട്ട് നമുക്ക് 3 ഇൻഷുറൻസ് സ്കീമുകളാണ് അതിനകത്ത് പഠിക്കാനുള്ളത്. PSI പഠിക്കാനുണ്ട്, CGHS പഠിക്കാനുണ്ട്, RSPY പഠിക്കാനുണ്ട് കേട്ടോ. അന്ന് ഞാൻ പറഞ്ഞിരുന്നു അത് പഠിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, കമ്പയർ ചെയ്ത് പഠിക്കണം. ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പഠിക്കുമ്പോൾ കുറെ പോയിന്റുകൾ അപ്പൊ തന്നെ പഠിച്ച് പോകാനായിട്ട് വരും. വർഷം നോക്കുക ഓരോന്നിന്റെ. അതുപോലെ CGHS നിങ്ങൾ പഠിക്കുമ്പോൾ CGHS-ലെ ESIയുടെ ഓരോ പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ESIയുടെ എംപ്ലോയറിന്റെ കോൺട്രിബ്യൂഷൻ എത്രയാണ്, എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ എത്രയാണ്, ചിലപ്പോൾ അത് വെച്ച് തന്നെ കാൽക്കുലേഷൻ വരെ വരാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ കറക്റ്റ് ആയിട്ട് അറിയെങ്കിൽ മാത്രമേ അത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ക്വസ്റ്റ്യൻ എപ്പോഴും ശ്രദ്ധിച്ച് വായിക്കാം. എംപ്ലോയറിന്റെ കോൺട്രിബ്യൂഷൻ ആണോ എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ ആണോ എന്ന് തെറ്റിപ്പോകരുത് കേട്ടോ. ഉത്തരം അറിഞ്ഞിട്ട് മാർക്ക് ചെയ്ത് തെറ്റിപ്പോകരുത് കേട്ടോ. ഓക്കെ, അതൊക്കെ ശ്രദ്ധിക്കാം. പിന്നെ നമ്മള് CGHS-ന്റെ കാർഡിന്റെ സ്റ്റാറ്റസ്, ഓരോ കളർ ആരെയൊക്കെയാണ് ഡിനോട്ട് ചെയ്യുന്നത് അല്ലെ? ഒരു കളർ സ്റ്റാറ്റസ് ഒക്കെ നമ്മൾ അതിനകത്ത് പഠിച്ചിട്ടുണ്ട്. അത് നോട്ട് ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ RSPY വളരെ ഇമ്പോർട്ടന്റ് ആണ്. RSPY എന്ന് പറയുന്നത് PPM ഫാമിലീസിനും അസംഘടിത മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. RSPYയുടെ ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്? ആ 3 എണ്ണം നിങ്ങൾ ഒരുമിച്ച് പഠിക്കുക കേട്ടോ. കുറച്ച് പോയിന്റുകൾ ആലോചിച്ച് പഠിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ 3 സ്കീം നമ്മൾ കിട്ടും നമുക്ക്.
പിന്നെ നമ്മള് ഒരു ഇൻഷുറൻസ് ക്ലെയിം പ്രോസസ്സിന്റെ സ്റ്റെപ്പുകളാണ് നമ്മൾ പഠിച്ചത് അല്ലെ. ഓക്കെ, സ്റ്റെപ്പുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നോട്ട് ചെയ്ത് വെക്കാം. ക്വസ്റ്റ്യൻസ് വായിക്കാം. An XMP is a dash card holder. An XMP is a dash card holder. ഓപ്ഷൻസ് തരാം: റെഡ്, ബ്ലൂ, യെല്ലോ, ഗ്രീൻ. XMP. അതുപോലെ ഫ്രീഡം ഫൈറ്റേഴ്സ്. അയ്യോ തെറ്റിപ്പോയില്ലാതെ റെഡ് അല്ല കേട്ടോ, ഗ്രീൻ ആണ്. റെഡ് ആരുടെയാ? റെഡ് അത് മെമ്പർ ഓഫ് പാർലമെന്റ് കേട്ടോ, മെമ്പർ ഓഫ് പാർലമെന്റ്. ഇത് XMP ആണ് ചോദിച്ചത് കേട്ടോ. ക്വസ്റ്റ്യനിൽ വ്യത്യാസമുണ്ട്. നിലവിൽ മെമ്പർ ഓഫ് പാർലമെന്റിന്റെ അവരുടെ സ്റ്റാറ്റസ് റെഡ് ആണ്, XMP ആണ്. മുന്നേ ആയിരുന്നു, ഇപ്പയല്ല. അങ്ങനെയുള്ളവരുടെ കളർ കോഡ് ഗ്രീൻ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ അത് തെറ്റിപ്പോകരുത്. അതുപോലെ ESIയുടെ ഫുൾ ഫോം, CGHSന്റെ ഫുൾ ഫോം, RSDയുടെ ഫുൾ ഫോം ഒക്കെ പഠിച്ചു വെക്കുക കേട്ടോ. പിന്നെ TPA, തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ. നമ്മൾ പറഞ്ഞു ഹോസ്പിറ്റലിനും ഇൻഷുറൻസ് കമ്പനികൾക്കും പേഷ്യൻസിന് ഇടയിൽ ഒരു കണക്റ്റീവ് ലിങ്ക് ആയിട്ട് പ്രവർത്തിക്കുന്ന ആളുകളല്ല, കമ്പനി അല്ലെങ്കിൽ ഏജൻസി അല്ലെങ്കിൽ ഓർഗനൈസേഷൻ, അവരെയാണ് നമ്മൾ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. Who is the chairman of Employee State Insurance Corporation? ESICയുടെ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ വായിക്കാം: ഡയറക്ടർ ജനറൽ, ബി ചീഫ് മിനിസ്റ്റർ, സി യൂണിയൻ മിനിസ്റ്റർ ഓഫ് ലേബർ, ഡി പ്രൈം മിനിസ്റ്റർ. ആരാണ്? യൂണിയൻ മിനിസ്റ്റർ ഓഫ് ലേബർ ആണ് കേട്ടോ, ഡയറക്ടർ ജനറൽ അല്ല. എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസിന്റെ ചെയർമാൻ ആരാണ്? അത് യൂണിയൻ മിനിസ്റ്റർ ഓഫ് ലേബർ ആണ് കേട്ടോ. ഓക്കെ, സി ആണ്. ഓക്കെ, വൈഷ്ണവി കറക്റ്റ് ആണ് കേട്ടോ. Dash is the person or business that gets compensated if the loss of person. നഷ്ടം വന്നു കഴിഞ്ഞാൽ നഷ്ടപരിഹാരം ലഭിക്കുന്ന വ്യക്തിയെ നമ്മൾ എന്താ പറയാ? ഇൻഷുറർ എന്നാണോ പറയാ, അത് ഇൻഷുർഡ് എന്നാണോ പറയാ? എന്താ പറയാ? ഇൻഷുർഡ്. ഓക്കെ, ഇൻഷുർഡ് അല്ലെ. എന്നുവെച്ചാൽ ആരാണ്? പോളിസി ഹോൾഡർ അല്ലെ. ഇൻഷുർഡ് ആരാണ്? പോളിസി എടുത്തിട്ടുള്ള ആള്, പോളിസി ഹോൾഡർ അല്ലെ. ഇൻഷുറർ ആരാണ്? ഇൻഷുറൻസ് കമ്പനിയാണ് അല്ലെ. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഇനി ESIയുടെ കുറച്ച് ആനുകൂല്യമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതൊക്കെ നോക്കണം. അതുപോലെ ESI കിട്ടണമെങ്കിൽ അതിന്റെ ലിമിറ്റ് എത്രയാണ്? 21,000 rupees ആണ് കേട്ടോ. അതായത് പ്രതിമാസം 21,000 രൂപയിൽ കവിയാത്ത ആളുകൾക്ക് മാത്രമാണ് ESIയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുള്ളൂ കേട്ടോ. ആ എമൗണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്, 21,000 കേട്ടോ. പഠിക്കുമ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. പിന്നെ നമ്മൾ പഠിച്ചത് സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം ആണ്. ഗ്യാസ് സിസ്റ്റത്തിൽ ഞാൻ പറഞ്ഞു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ തുടക്ക ഭാഗങ്ങളാണ് കേട്ടോ. മെഡിക്കൽ ഗ്യാസ് എന്താണ്, ഇവിടെയൊക്കെയാണ് നമ്മൾ മെഡിക്കൽ ഗ്യാസുകൾ ഉപയോഗിക്കുന്ന ഏരിയകൾ ഏതൊക്കെയാണ്, 7 മെഡിക്കൽ ഗ്യാസുകളും അതിന്റെ ഉപയോഗങ്ങളും നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. അതിൽ നിന്ന് കറക്റ്റ് ചോദിക്കും. ഓക്കെ, പിന്നെ കളർ കോഡ്, ഓരോ മെഡിക്കൽ ഗ്യാസിനും നമ്മൾ ഉപയോഗിക്കുന്ന കളർ കോഡ് ഇമ്പോർട്ടന്റ് ആണ്. പിന്നീടുള്ള ഭാഗങ്ങൾ കുഴപ്പമില്ല, പിന്നെയുള്ളതൊക്കെ സേഫ്റ്റി പ്രിക്കോഷൻസും കാര്യങ്ങളാണ്, വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതുപോലെ മെഡിക്കൽ ഗ്യാസ്, സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സംവിധാനത്തിന്റെ കമ്പോണന്റുകൾ കേട്ടോ, കമ്പോണന്റുകൾ ഏതൊക്കെയാണ് അതൊക്കെ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അതുപോലെ ലാഫിംഗ് ഗ്യാസ് പലപ്പോഴും പലതവണ ചോദിച്ചതാണ്, നൈട്രസ് ഓക്സൈഡ് ആണ് കേട്ടോ. അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, വിച്ച് മെഡിക്കൽ ഗ്യാസ് ഈസ് നോൺ ആസ് എ ക്രയോജനിക് ഏജന്റ്? ക്രയോജനിക് ഏജന്റ് എന്ന് അറിയപ്പെടുന്ന മെഡിക്കൽ ഗ്യാസ് ഏതാണ്? ഞാൻ ഓപ്ഷൻ തരുന്നില്ല, നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ക്രയോജനിക് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന മെഡിക്കൽ ഗ്യാസ് ഏതാണെന്നൊന്ന് പറയാൻ പറ്റുമോ? ഏതാണ്? ഓക്കെ, വെരി ഗുഡ്, നൈട്രജൻ ആണ് കേട്ടോ. ലിക്വിഡ് നൈട്രജൻ ആണ്. റീസസിറ്റേഷൻ, അതിന് ഉപയോഗിക്കുന്നത് ഏത് മെഡിക്കൽ ഗ്യാസ്? റീസസിറ്റേഷൻ. നേരത്തെ ഉത്തരം കറക്റ്റ് ആണ് കേട്ടോ, അശ്വതി ഫാത്തിമ കറക്റ്റ് ആണ്. റീസസിറ്റേഷൻ ഉപയോഗിക്കുന്നത് ഏതാ? ഓക്സിജൻ ആണ്. ഇൻസഫ്ലേറ്റിംഗ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന മെഡിക്കൽ ഗ്യാസ് ഏതാ? ഇൻസഫ്ലേറ്റിംഗ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന മെഡിക്കൽ ഗ്യാസ് ഏതാ പറഞ്ഞേ? ഏതാണ് ഇൻസഫ്ലേറ്റിംഗ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്? പറയും. ഇൻസഫ്ലേറ്റിംഗ് ഏജന്റ് ആയിട്ട് വാക്വം ആണോ? അല്ല. പിന്നെ എന്താണ് ഉത്തരം? കാർബൺ ഡൈ ഓക്സൈഡ് കേട്ടോ. കാർബൺ പറയരുത് കേട്ടോ, കാർബൺ ഏതൊരു എലിമെന്റ് ആണ്? കാർബൺ ഡൈ ഓക്സൈഡ് കേട്ടോ. കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ എത്തി കഴിഞ്ഞാൽ ഓപ്ഷനിൽ ഇപ്പൊ കാർബൺ ഉണ്ടാവും. കാർബൺ വേറൊരു എലിമെന്റ് ആണ് കേട്ടോ. സോ നിങ്ങൾ എന്ത് പറയണം? കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ,
ഫുള്ളി ടൈപ്പ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അടുത്ത ചോദ്യം, വിച്ച് ടൈപ്പ് ഓഫ് വാൾസ് ആർ ഇൻസ്റ്റാൾഡ് ഓൺ കോറിഡോർ വാൾസ് കേട്ടോ. കോറിഡോർ വാൽവുകളിൽ ഇൻസ്റ്റാൾ ചെയ്തത് ഏത് ടൈപ്പ് ഓഫ് വാൽവുകളാണ്? ഏത് ടൈപ്പ് ഓഫ് വാൽവുകളാണ്? സർവീസ് വാൽവ് ആണോ, ട്രൈകസ്പിഡ് വാൽവ് ആണോ, സോൾട്ട് വാൽവ്സ് ആണോ, സെമി ലൂണാർ വാൽവ് ആണോ? ഇതാണ് ഉത്തരം. കോറിഡോർ വാൽവ്സിലെ സോൾ വാൽവുകൾ അല്ലെ, അതെ സോൾ വാൽവുകളാണ് കേട്ടോ. ഓക്കെ. വിച്ച് ഫെസിലിറ്റി ഇൻ മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം ഈസ് യൂസ്ഡ് ടു സപ്ലൈ ഗ്യാസസ്? ഗ്യാസസ് സപ്ലൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ഏത് കമ്പോണന്റ് ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് തരാം. വാൽവ്, കൺട്രോൾ പാനൽ, പ്രഷർ റെഗുലേറ്റർ, ഔട്ട്ലെറ്റ്സ് ആൻഡ് ഇൻലെറ്റ്സ്. ഇതാണ് ആൻസർ പറഞ്ഞേ. ഏതാണ്? ഔട്ട്ലെറ്റ്സ് ആൻഡ് ഇൻലെറ്റ്സ് ആണ് കേട്ടോ. ഓക്കെ. കളർ കോഡൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, പഠിച്ചിട്ട് പോണം എക്സാം ചെയ്യുമ്പോൾ. പിന്നെ നമ്മൾ പഠിച്ചത് ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് കേട്ടോ. വലിയ ചാപ്റ്റർ ആണ്. ക്വാളിറ്റി മാനേജ്മെന്റിൽ ഒരു നല്ല ഹെൽത്ത് സർവീസസിന് വേണ്ട 9 കമ്പോണന്റുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ കമ്പോണന്റുകളൊക്കെ വായിച്ച് നല്ലപോലെ മനസ്സിലാക്കി പോകണം കേട്ടോ. ഓക്കെ, നോക്കാം. ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ പഠിച്ച കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സിന്റെ കുറച്ച് എന്താണ് ഫോർമുലാസ് ഉണ്ട്. അപ്പൊ ആ ക്വാളിറ്റി മാനേജ്മെന്റിലെ ആ ഒരു കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സിന്റെ ഫോർമുലകളൊക്കെ നിങ്ങൾ നോക്കി വെക്കണം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഇതിന്റെ ക്വസ്റ്റ്യൻ വരിക ചിലപ്പോ ഡിവിഷനിലുള്ളടത്ത് മൾട്ടിപ്ലിക്കേഷൻ തരും, മൾട്ടിപ്ലിക്കേഷനിലുള്ളടത്ത് തിരിച്ചു തരും അല്ലെ. ചിലപ്പോൾ ഇൻറ്റു 100 ആവില്ല, ഇൻറ്റു 1000 ആവാം, ചിലത് 100, ഇല്ലാത്തതിനെ 100 ഒക്കെ അങ്ങനെയൊക്കെ ഓപ്ഷൻസിൽ കാണും കേട്ടോ. എല്ലാവരും കാണുമ്പോൾ സംശയം തോന്നരുത്, പ്രത്യേകം വായിച്ച് നല്ലപോലെ മനസ്സിലാക്കി പോകണം കേട്ടോ. അതുപോലെ ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. Which machine is used to provide anesthetic for patients? Which machine is used to provide anesthetic for patients? Options വായിക്കാം. Voice machine, autoclave, പിന്നെ portrait machine and none of the above. എന്താണ് ഉത്തരം? Voice machine ആണ് കേട്ടോ. Voice machine ആണ് used to provide anesthetic for patients. Patientsന് anesthetic gas provide ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന മെഷീൻ എന്ന് പറയുന്നത് voice machine ആണ് കേട്ടോ. അതാണ് voice machine ആണ്. Okay. Dash is the device that accepts gas at high pressure and lessens it to a much lower working pressure. Options: valve, piping network, flow meter, regulator. എന്താണ് ഓപ്ഷൻ വരിക? regulator. Okay, correct ആണ് കേട്ടോ. അതുപോലെ ക്വാളിറ്റി മാനേജ്മെന്റിൽ നിങ്ങൾ JCA പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട് കേട്ടോ. JCA, okay. NABH ഉണ്ട്, JCA ഉണ്ട്. അപ്പൊ JCAയുടെ കാര്യങ്ങളൊക്കെ പഠിക്കണം കേട്ടോ. എത്ര ഡിവിഷൻസ് ഉണ്ട്? പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്, ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ്. അത് നിങ്ങൾ 2-3 തവണ വായിച്ച് അതിന്റെ ആ ഒരു ഫുൾ ഫോം ഒക്കെ മനസ്സിലേക്ക് കയറ്റണം കേട്ടോ. COP അങ്ങനെയൊക്കെ ഇല്ലേ, അതുപോലെ MOM അങ്ങനെയൊക്കെയുള്ള ചില എന്താ പറയുക ഷോർട്ട് ഫോമുകളൊക്കെ ഇല്ല, അതൊക്കെ 2-3 പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലേക്ക് കിട്ടും കേട്ടോ. ഓക്കെ, അപ്പൊ അത് പഠിക്കണം. പിന്നെ JCA NABH പഠിക്കുമ്പോൾ കമ്പയർ ചെയ്ത് പഠിക്കണം കേട്ടോ.
NABH 4 വർഷം കൂടുമ്പോഴാണ് റിവൈസ് ചെയ്യുന്നത്, JCA 3 വർഷം കൂടുമ്പോ. ഓക്കെ, അതൊക്കെ നോട്ട് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. അത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. പിന്നെ എന്താണ്, മെഡിക്കൽ റെക്കോർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ. മെഡിക്കൽ റെക്കോർഡ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് കേട്ടോ. മെഡിക്കൽ റെക്കോർഡ് ഇതുപോലെ ശ്രദ്ധിക്കണം. ആദ്യത്തെ തുടക്ക ഭാഗങ്ങൾ അവസാനത്തെ ഭാഗങ്ങളൊക്കെ നോട്ട് ചെയ്യണം കേട്ടോ. സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്, അതുപോലെ തന്നെ പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്, ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡുകൾ, അതൊക്കെ നോട്ട് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ അതിന് നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റംസ് ഉണ്ട് അല്ലെ. അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. നമ്പറിംഗ് ഫയലിംഗ് സിസ്റ്റംസുകൾ 5 അതിനകത്ത് പഠിക്കുന്നുണ്ട്. സീരിയൽ നമ്പറിംഗ് അല്ലെ, അതുപോലെ തന്നെ യൂണിക് നമ്പർ, ആ രീതിയിലൊക്കെ ഈ 5 നിങ്ങൾ പഠിക്കുന്നുണ്ട്. ആ ഭാഗങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. മെഡിക്കൽ റെക്കോർഡുകളിലെ കണ്ടന്റുകൾ, പ്രത്യേകിച്ച് ക്ലിനിക്കൽ ഡാറ്റകൾ, ഫിസിഷ്യൻ ഓർഡർ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളതില്ലേ, സോഷ്യൽ സർവീസ് ഡാറ്റ, അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ നോക്കണം കേട്ടോ. അതൊക്കെ പഠിക്കണം, പറയാനുള്ളൂ. ഓക്കെ, അപ്പം എന്തായാലും മിക്കവാറും തന്നെ ലാസ്റ്റ് ക്ലാസ് ആയിരിക്കും. നെക്സ്റ്റ് വീക്ക് ഞാൻ വരാൻ ചാൻസ് ഇല്ല, രണ്ട് പോർഷൻസ് തീർന്നു. അപ്പൊ പിന്നെന്താണ് പറയാനുള്ളത്? അപ്പൊ മിക്കവാറും ഈ കാണില്ല നമ്മള്. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കാം, നന്നായിട്ട് പഠിക്കാം. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നല്ല ഇഷ്ടപ്പെട്ട കുട്ടികളാണ്, ഫിസിയോതെറാപ്പി വളരെ ഇഷ്ടമുള്ള കുട്ടികളാണ്. എന്നുവെച്ചാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നന്നായിട്ട് പിള്ളേരായിരുന്നു. നമുക്ക് ക്ലാസ് എടുത്ത് പോകാനൊക്കെ എന്താ പറയാ എളുപ്പമായിരുന്നു. എളുപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ബാച്ചിന് കുഴപ്പമുണ്ടായിട്ടല്ല, എങ്കിലും ചില കുട്ടികളായിട്ട് നമുക്കൊരു അറ്റാച്ച്മെന്റ് വരുമല്ലോ, അതുണ്ടായിരുന്നു എനിക്ക്. അതാണ് ഞാൻ പറഞ്ഞത്. എന്നുവെച്ചാൽ നമ്മളെല്ലാവരെയും നമ്മൾ കാണുന്നില്ല, പക്ഷേ എന്താ പറയാ, നമ്മളൊരു 6 months നമ്മൾ തുടർച്ചയായിട്ട് കയറുമ്പോഴേ നമുക്കതില് PG-യിലുണ്ട് കേട്ടോ. PG 3-ല് ഞാൻ എടുക്കുന്നുണ്ട്. PG 4-ല് മിക്കവാറും ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ബാച്ചസ് ആണ്. അപ്പോ എടുക്കുന്നുണ്ട്. അപ്പൊ പറ്റിയെങ്കിൽ നമുക്ക് അവിടെ കാണാം. ഓക്കെ, പിന്നെന്താണ് അതിന്റെ വിവരങ്ങൾ വിളിച്ച് ചോദിച്ചാൽ മതി കേട്ടോ. PG ജോയിൻ ചെയ്യാൻ പറ്റും കേട്ടോ. അതെല്ലാം വിളിച്ച് ചോദിച്ചാൽ ആണോ? ഓക്കെ, താങ്ക് യു. പിന്നെന്താണ്, ഞാൻ പറഞ്ഞല്ലോ ക്ലാസ്സിൽ കയറുമ്പോൾ നമുക്ക് പോർഷൻസ് എടുത്ത് തീർക്കണം സമയത്തിന്. അതിന്റെ ഒരു തിരക്കുണ്ടാവും. ഇൻ കേസ് വല്ല ക്ലാസ് ഒക്കെ മിസ്സായി കഴിഞ്ഞാൽ പെൻഡിങ് വരുന്നുണ്ടല്ലോ. അത് ഇല്ല, എക്സാം ഡേറ്റ് പറഞ്ഞിട്ടില്ല, അറിയിക്കും കേട്ടോ. എക്സാം ഡേറ്റ് അധികം വൈകാതെ അറിയിക്കും കേട്ടോ നിങ്ങളുടെ. ഓക്കെ, എന്തായാലും 28 കൂടി നിങ്ങളുടെ പോർഷൻസ് എല്ലാം തീരും. പിന്നെ നിങ്ങൾക്ക് എക്സാമുകളാണ് വരുന്നത്, നിങ്ങളുടെ ക്ലാസ്സിലേക്ക് വരും കേട്ടോ. ഞാൻ ആരാണ് ചോദിച്ചത്? മെയിൻ എക്സാം അതെ, എല്ലാം ഇതുപോലെ തന്നെ കേട്ടോ. മെയിൻ എക്സാമും ഇതുപോലെ തന്നെ, എല്ലാം ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ്. ചിലപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാവും കേട്ടോ. മെയിൻ എക്സാം സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാവും. മൊഡ്യൂൾ 1, മൊഡ്യൂൾ 2, 3, 4 ഒക്കെ സെപ്പറേറ്റ് ആയിട്ടാണ് എക്സാമുകൾ വരാറുള്ളത് കേട്ടോ. മാറ്റങ്ങൾ വരുമെന്നുള്ളത് നമുക്കറിയില്ല, എക്സാം ബോർഡ് തീരുമാനിക്കും. ഇതുവരെ അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പഠിക്കാം, ഗ്യാപ്പൊക്കെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതൊക്കെ നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കാം. അതുപോലെ മൊഡ്യൂൾ എക്സാം ഒക്കെ വരുമ്പോൾ മൊഡ്യൂളിൽ വരുന്ന ചാപ്റ്ററുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത് കേട്ടോ. മൊഡ്യൂൾ 1-ന്റെ എക്സാമിന് മുമ്പ് ചാപ്റ്റേഴ്സ് പഠിച്ചുകൊണ്ട് പോകുന്നത്, അങ്ങനത്തെ മാറിപ്പോകരുത്, ശ്രദ്ധിക്കണം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എക്സാം ഒക്കെ ഒരു മൊഡ്യൂൾ എക്സാം കഴിഞ്ഞതിന്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്കുണ്ടല്ലോ. അപ്പൊ ആ ഒരു ഇതിൽ തന്നെ മുന്നോട്ട് പോവുക. പിന്നെ നിങ്ങൾക്ക് എല്ലാവിധ നന്മകളും ഉണ്ടാകാനായിട്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം കേട്ടോ. മൊഡ്യൂള് 1, 2, 3, 4 ഒക്കെ ലാസ്റ്റ് മെയിൻ എക്സാം ഒരുമിച്ചാണോ, അതോ ഓരോന്നോരോന്നായിട്ടാണോ? മൊഡ്യൂള് 1 ഒരു ദിവസം, അത് കഴിഞ്ഞ് അങ്ങനെയാണോ മെയിൻ എക്സാം വരുന്നത്? നിലവിൽ അങ്ങനെയാണ്. കഴിഞ്ഞ ബാച്ചിന്റെ അങ്ങനെയായിരുന്നു കേട്ടോ. മൊഡ്യൂള് 1-ന് ഒരു ദിവസം എക്സാം, 2-ന് വേറെ ദിവസം, 3, 4 അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടായിരിക്കും കേട്ടോ. പിന്നെ ഇപ്പം നടക്കുന്ന 3-ഉം 4-ഉം കൂടെ ഒരുമിച്ചാണോ? ഇത് മൊഡ്യൂൾ എക്സാം ആണ് കേട്ടോ. ഇത് മൊഡ്യൂൾ എക്സാം, അത് ഒരുമിച്ചാണ്. 3rd-ഉം 4th-ഉം ചാപ്റ്റേഴ്സുകൾ ഒരുമിച്ച് മൊഡ്യൂൾ എക്സാം ആണ് നടക്കുന്നത് കേട്ടോ. ഓക്കെ, മെയിൻ എക്സാം അങ്ങനെയല്ല, മെയിൻ എക്സാം സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ. കേട്ടോ മിസ് പഠിപ്പിക്കുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടായിരുന്നു. നല്ല ക്ലാസ് ആയിരുന്നു മിസ്സിന്റെ. നിങ്ങൾ പറയുന്നത് വലിയ സന്തോഷം. ഓക്കെ, ആണോ? താങ്ക് യു.
എന്റെ ക്ലാസ് ഏറ്റവും വലിയ റിവാർഡായിട്ട് ഞാനത് എടുക്കാം കേട്ടോ. ഇനി വേറെ ആണോ? ഓക്കെ. ക്ലാസ് ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയാണ്, കോൺവൊക്കേഷൻ വരുമ്പോ പറഞ്ഞോട്ടാ, നിങ്ങൾ എല്ലാവരും വരണം. അപ്പോഴേ എനിക്ക് നിങ്ങളെ കാണാനായിട്ട് പറ്റുള്ളൂ. ആരെയും നമ്മൾ കണ്ടിട്ടില്ല. എല്ലാ മിസ് കാണാമെന്ന് പ്രതീക്ഷിക്കണം മിസ്. മാക്സിമം വരാൻ നോക്കാം. ചിലപ്പോ നിങ്ങളെ കാണുമ്പോ എനിക്ക് മനസ്സിലായെന്നില്ല. പേര് പറഞ്ഞാൽ മതി. കുറച്ച് പേരുകൊണ്ട് മനസ്സിലാവുമായിരിക്കും മിസ്സേ. മിസ്സേ ഈ എടുത്ത ആൾക്കാർക്ക് ഡിപ്ലോമ എക്സാം കഴിഞ്ഞിട്ട് PG കഴിഞ്ഞതിന് ശേഷമല്ലേ കോൺവൊക്കേഷൻ ഉണ്ടാവുക? അതെ അതെ. ഡിപ്ലോമ ഇപ്പൊ അതിന്റെ എക്സാം ഒക്കെ കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് വരുമ്പോഴേക്കും കോൺവൊക്കേഷൻ വരും. ഈ ശനിയാഴ്ച ഒരു കോൺവൊക്കേഷൻ ഉണ്ട്. HA15 കോൺവൊക്കേഷൻ ഉണ്ട് ഈ ശനിയാഴ്ച. ഡിപ്ലോമയുടെ ആൾക്കാരെ ഡിപ്ലോമയുടെ ആൾക്കാര് പിന്നെ PGക്ക് വേറെ സെപ്പറേറ്റ് കോൺവൊക്കേഷൻ വരാറുണ്ട്. ചിലര് ഡിപ്ലോമയ്ക്ക് വരില്ല, പിന്നെ അവര് PG ചെയ്തിട്ട് PGയുടെ കോൺവൊക്കേഷൻ സമയത്ത് വരുന്ന ആൾക്കാരുണ്ട്. ഓക്കെ. എങ്ങനെയായാലും വരണം കേട്ടോ, വരാൻ നോക്കാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ലൈഫിലൊക്കെ ഒരുപാട് സ്ട്രഗിളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകണം. പ്രത്യേകിച്ച് ഞാൻ വീട്ടമ്മമാരോടാണ് പറയുന്നത്. ഈ കോഴ്സ് ഒക്കെ ജോയിൻ ചെയ്യുമ്പോൾ നമുക്കറിയാലോ, അത്യാവശ്യം കുറെ ബുദ്ധിമുട്ടുകളിലൂടെ ഒക്കെ കടന്നു പോകുന്ന ആൾക്കാർക്ക് അറിയാം. അപ്പോ നിങ്ങൾക്കായിട്ടുള്ള ഒരു സമയം നിങ്ങൾ കണ്ടെത്തണം. മാക്സിമം ഞാൻ പറയുന്നത് ഈ ഒരു ഇത് മാത്രമായിട്ടല്ല, എത്രയും പെട്ടെന്ന് പഠിച്ചൊരു നല്ല ജോലിയിലേക്ക് കയറാൻ ശ്രമിക്കുക കേട്ടോ. പെട്ടെന്ന് നല്ലൊരു ജോലിയിലേക്ക് എത്തണം. ജോലി ചെയ്ത് ഏൺ ചെയ്ത് സ്വന്തമായിട്ട് കുറച്ച് സന്തോഷങ്ങളൊക്കെ അനുഭവിക്കാം കേട്ടോ. എല്ലാവർക്കും വേണ്ടി മാറ്റി വെക്കരുത്. സാധിക്ക് വേണം. അതോടൊപ്പം നിങ്ങൾക്ക് നിങ്ങളുടേതായ സമയം കണ്ടെത്താനായിട്ട് ശ്രമിക്കാം. ഭയങ്കര നഷ്ടബോധം കുറച്ചു നാൾ ഞാനും അതിനെ അനുഭവിച്ചിട്ടുണ്ട്. ശരിക്കും എനിക്ക് അറിയാം അതിന് ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയാം. ഞാൻ കുറെ നാളുകൾ ഹൗസ് വൈഫ് ആയിട്ടൊക്കെ ഇരുന്നിട്ടുണ്ട്, ജോലിക്കൊന്നും പോകാൻ പറ്റാതെ. അപ്പോ ആ ഒരു സമയം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നീടാണ് എന്താ പറഞ്ഞാൽ നമ്മൾ ജോയിൻ ചെയ്തിട്ടോ പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു പ്രൊഫഷൻ ആയതുകൊണ്ട് കുഴപ്പമില്ല. കുറെ നല്ല കുട്ടികളെ പരിചയപ്പെടാനായിട്ട് പറ്റിയിട്ടുണ്ട്. നിങ്ങളുടെ ബാച്ചിനെ പറ്റി ഞാനിപ്പോൾ അശ്വതിനോട് പറയാറുണ്ട്, നല്ല ബാച്ചാണ് ഇതിനറിയാത്ത അഭിപ്രായം. നല്ല കുട്ടികളാണ്. ഈ പറഞ്ഞോണം നിങ്ങളെപ്പോ കുറച്ച് ദിവസം ഇനിയിപ്പോ എന്താ പറയാ ഒരു മിസ്സിംഗ് ഫീലിംഗ് ഉണ്ടാവും. ഞങ്ങൾക്കുണ്ടാവും മിസ്സേ. ഞാൻ ഡിപ്ലോമയാണ്, അപ്പൊ പിന്നെ ഇനി കാണാൻ പറ്റില്ലല്ലോ. മാമിന്റെ പോർഷനെ കുറിച്ച് എല്ലാം അറിയാം. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നാ മതി. കാരണം അതുപോലെ മാം ക്ലാസ് എടുക്കണ പോർഷനെ കുറിച്ച് മാമിന് നല്ല വ്യക്തമായിട്ട് അത് ബൈഹാർട്ടാണ് മാമിന്. അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് ഇങ്ങനെ കേട്ടിരുന്നാൽ മാത്രം മതി എന്താണ് പറയുന്നുള്ളത്. വളരെ അതുകൊണ്ട് മാമിന് ഈ ഒരു ഇതിനോട് നല്ലൊരു ഇതുള്ള കാരണം എന്താ പറയാ, വളരെ നല്ല ക്ലാസ് ആണ് മാം. ഞങ്ങൾക്കത് മിസ്സാവുന്നതിന്റെ ഒരു വിഷമമുണ്ട്. ഒരുപാട് സന്തോഷം. ടീച്ചർ എന്നുള്ള രീതിയിൽ എനിക്ക് കിട്ടാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് ആയിട്ട് ഞാനത് എടുക്കാൻ. അത് മതി നമുക്ക്. ഞാൻ എപ്പോഴും നമ്മൾ ഈ ജോലി തെരഞ്ഞെടുക്കുമ്പോൾ എന്റെ മനസ്സിൽ ഞാനെപ്പോഴും വിചാരിക്കുന്നത്, ഒന്നും അറിയാത്ത കുട്ടികളുണ്ടെങ്കിൽ അവർക്കും കൂടെ നമുക്ക് മനസ്സിലാക്കണം. നമ്മൾ ഈ ജോലി ചെയ്തിട്ട് കാര്യമില്ല. ഒരു ടീച്ചറിന്റെ ജോലി എങ്ങനെയായിരിക്കും? ക്ലാസ്സിൽ ഒന്നും അറിയാത്ത കുട്ടികളുണ്ട്. അപ്പൊ നമുക്കറിയാലോ, ക്ലാസ്സിൽ അത്യാവശ്യം നല്ല ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകളുണ്ടാവും. ഈ ക്ലാസ്സിൽ ഇഷ്ടം പോലെ ക്വാളിഫൈഡ് ആയിട്ടുള്ള അറിവുള്ള ആളുകളുണ്ടാവും. ജോലിയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടെന്ന് അറിയാം. പക്ഷെ നമ്മൾ ക്ലാസ്സിൽ കയറുമ്പോൾ ഒന്നും അറിയാത്ത കുട്ടികളുണ്ടെങ്കിൽ അവരെയും കൂടെ പരിഗണിക്കണം. അത്രയും ലെവലില് പഠിക്കണം. പിന്നെ അവർക്ക് മനസ്സിലാവുന്നു. അതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം. അത് ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ പറഞ്ഞത് ഞാൻ ഇപ്പോഴും പ്രാർത്ഥിക്കാം കേട്ടോ, എല്ലാ നന്മകളും ഉണ്ടാകുന്നത് ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കാം. ഇപ്പോഴും അങ്ങനെ തന്നെ വിചാരിക്കാറ്. പിന്നെ ഒരിക്കലും ലൈഫിൽ തകർന്നു പോകരുത്. ഒരുപാട് സ്ട്രഗിളൊക്കെ ഉണ്ടാവും. അതൊക്കെ മുന്നോട്ട് പോകണം. പിന്നെ നേരെ കൂടുതൽ നമ്മൾ പറയാനില്ല. അത് നമുക്ക് അവസാനിക്കണം കേട്ടോ. മിക്കവാറും ഞാൻ ചിലപ്പോ എനിക്ക് നെക്സ്റ്റ് വീക്ക് വരാൻ പറ്റുമെന്ന് അറിയില്ല. കാര്യം നഷ്ടത്തിന്റെ കുറച്ച് പോർഷൻ എടുക്കാനുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ചിലപ്പോൾ എല്ലാവരുമായിരിക്കും എടുക്കാം കേട്ടോ. എടുത്തില്ലെങ്കിൽ നമുക്കൊന്നും കൂടെ കാണാം കേട്ടോ. അപ്പൊ ശരി. അപ്പൊ നിങ്ങൾ വരണം, കോൺവൊക്കേഷന് വരണം. അവിടെ വെച്ച് കാണാം കേട്ടോ. ഓക്കെ. ഓക്കെ മിസ്. താങ്ക് യു. താങ്ക് യു മിസ്.